പോയില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തോന്നും. പോയിണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ വരുന്നില്ലെന്നേ ഉള്ളൂ. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിർബന്ധിച്ചാ ഞാൻ വരാം. പക്ഷെ അവിടെ വന്നിട്ട് എന്തെങ്കിലും എനിക്ക് പിടിക്കാതെ വന്നാ അപ്പൊ ഞാൻ തിരിച്ചു വരും. പിടിക്കാതെ എന്താ ഉണ്ടാവുക? ആ, അതൊക്കെ ഉണ്ടാവും. അല്ലേ, നോക്കിക്കോ. ഹാപ്പി ക്രിസ്മസ്. സെയിം ടു യു. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഹലോ. ഹാപ്പി ക്രിസ്മസ്. ഹായ്. ബൈ. ബൈ. ഹലോ. ഹായ് അനിൽ. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ദാ, അനിൽ വലിയ പാട്ടുകാരനാ. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം കലക്കും. അയ്യോ, ഞാൻ ഒരു പാട്ട് പാടിയെന്ന് വിചാരിച്ച് മാലിന്യം ഒന്നും പറയില്ല അല്ലേ? അനിൽ പാടിക്കോളൂ, ഞാൻ കൂടെ വായിക്കാം. ഏതാ കോഡ്? ജി മൈനർ. മഞ്ഞിൽ മുങ്ങി വാർമതി വന്നു ഈറൻ മാറും നേരം നിന്നെ ഓർത്തു ഞാൻ രചിക്കും രാഗഗീതം കേൾക്കൂ, എന്റെ ഗാനം കേൾക്കൂ. മഞ്ഞിൽ മുങ്ങി വാർമതി വന്നു ഈറൻ മാറും നേരം നിന്നെ ഓർത്തു ഞാൻ രചിക്കും രാഗഗീതം കേൾക്കൂ, എന്റെ ഗാനം കേൾക്കൂ. താരങ്ങളൊന്നായി സൂനങ്ങളായി ഭൂമിയിൽ പൂക്കും രാവിൽ, താരങ്ങളൊന്നായി സൂനങ്ങളായി ഭൂമിയിൽ പൂക്കും രാവിൽ, ഞാനെന്നുള്ളിൻ പീലി നീർത്തി, ഞാനെന്നുള്ളിൻ പീലി നീർത്തി നിന്നെ നോക്കി നിൽപ്പൂ, എന്റെ ജീവബിന്ദു. മഞ്ഞിൽ മുങ്ങി വാർമതി വന്നു ഈറൻ മാറും നേരം നിന്നെ ഓർത്തു ഞാൻ രചിക്കും രാഗഗീതം കേൾക്കൂ, എന്റെ ഗാനം കേൾക്കൂ. മേഘങ്ങൾ പോലെ ഹംസങ്ങൾ പോലെ ആശകൾ നീന്തും രാവിൽ, മേഘങ്ങൾ പോലെ ഹംസങ്ങൾ പോലെ ആശകൾ നീന്തും രാവിൽ, എന്തേ ഇന്നെന്നോമലാളെ, എന്തേ ഇന്നെന്നോമലാളെ നിന്നിൽ മൗനം മാത്രം, എന്റെ ജീവബിന്ദു. മഞ്ഞിൽ മുങ്ങി വാർമതി വന്നു ഈറൻ മാറും നേരം നിന്നെ ഓർത്തു ഞാൻ രചിക്കും
രാഗഗീതം കേൾക്കൂ, എന്റെ ഗാനം കേൾക്കൂ. മനോഹരം, വണ്ടർഫുൾ. മാലിനി വരാമെന്ന് പറഞ്ഞു പോയി. ഞാൻ പോട്ടെ. ഊണ് കഴിക്കണ്ടേ? അവളെയും കൂട്ടി വരാം. ശരി. നീ കാണിച്ചത് ശരിയായില്ല കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. നിനക്ക് എന്താ ഇപ്പം പിടിക്കാതെ വന്നത്? പിന്നെ ഇന്നലെ ഞാനും മോളും മാറി മാറി പറഞ്ഞിട്ട് നിങ്ങളൊന്നും പാടിയില്ലല്ലോ. അത് അവരെല്ലാം ചേർന്ന് നിർബന്ധിക്കുമ്പോ. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നത്. വാ, നമുക്ക് അവിടെ പോയി ആഹാരം കഴിക്കാം. മോൾ ഉറങ്ങി, ഇനി ഇവിടുന്ന് കഴിച്ചാ മതി. എനിക്ക് വേണ്ട, നീ കഴിച്ചോ. ഹോ, ഒരു പാട്ട് നിന്നെ ഓർത്ത് ഞാൻ രചിക്കും. എനിക്കറിയാം ആരെ ഓർത്താ രചിച്ചേന്ന്. എന്നാ ഞാനും ഒന്നും കഴിക്കില്ല. കഴിക്കണ്ട. ഉഫ്, അസാധ്യ വിശപ്പ്. അവള് വരുന്നതിന് മുമ്പ് പാലടിച്ചിട്ട് കിടക്കാം. അയ്യോ, ആ തിളയ്ക്കുന്ന പാലെടുത്ത് കുടിച്ചോ? ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ. ആഹാരം കഴിച്ചിട്ടല്ലേ പാല് കുടിക്കുള്ളൂ. അപ്പോഴേക്കും തണുക്കുന്നു വിചാരിച്ചു. മോളെ, ഡേ, അച്ഛന്റെ ചുണ്ടത്ത് വെളിച്ചെണ്ണ തേച്ചു കൊടുക്ക്. വെളിച്ചെണ്ണ തേച്ചാ നീറ്റൽ മാറും. എനിക്കിവിടെ ആരും തേക്കണ്ട. ഇപ്പൊ നേറുന്നുണ്ടോ? അപ്പോ വേറെ മരുന്ന് തരട്ടെ? ഇപ്പൊ വേദന മാറിയോ? കള്ളൻ, ഇതിനല്ലായിരുന്നു ഈ അഭിനയെല്ലാം. അവളൊരു ഫോറിൻ കൂടെ തേങ്ങയുടെ മൂട്. നല്ല സാരി സെലക്ട് ചെയ്യൂ. നീ തന്നെ നോക്കിയാ മതി. എന്നാ മോളെ പിടിച്ചോളൂ. ഇത് മീറ്റർ എങ്ങനെയാ? 92 രൂപ സാർ. ഓഹോ. ഹലോ അനിൽ. ഹലോ. എന്താ ഇവിടെ? എനിക്ക് കുറച്ച് മോഡേൺ ഡ്രസ് ഒക്കെ സെലക്ട് ചെയ്ത് തരൂ. അയ്യോ, ഒന്നും പറയണ്ട, കമോൺ. ഇതാണ് എന്റെ വൈഫ്. അതെയോ? ഞാൻ ഷെർലി. പോട്ടെ. പോട്ടെ. ഒന്നും വാങ്ങിയില്ലേ? ഇവിടുന്ന് പോയാ മതി. മോളെവിടെ? അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നില്ലോ. മോളുടെ കാര്യം പോലും മറന്നുപോയി. മോളെ, മോളെ. നിങ്ങളുടെ കുട്ടിയാണെന്ന് തോന്നുന്നു. അതാ. മോളെ. കരയാതിരി. നിന്റെ അച്ഛനെ ആ പെണ്ണിനെ കണ്ടങ്ങ് മയങ്ങിപ്പോയി. നമുക്കിനി അച്ഛന്റെ കൂടെ എങ്ങും വരണ്ട കേട്ടോ. മല്ലി വെറുതെ കുഞ്ഞിനെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കാതെ. പിന്നെ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വലിയ ഗമയിൽ പോയില്ലേ? അവൾ ഇങ്ങോട്ട് വന്നൊന്ന് നോക്കും മുമ്പേ അലിഞ്ഞു പോയി അല്ലേ? ഇനി എനിക്ക് ജീവനുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ എങ്ങും വരില്ല.
മാലിന്യ ഒന്ന് പതുക്കെ പറ. എന്തിന്? ആൾക്കാർ കേൾക്കും. ഒക്കെ പരിചയക്കാരാ. കേക്കട്ടെ കൂട്ടുകാരന്റെ പ്രവൃത്തികള്. അത്രയും ആളുകളെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ അവമാനിച്ചില്ലേ? അതിന് കുഞ്ഞു നടു റോഡില്. വീട്ടിലോട്ട് ചെല്ലട്ടെ, ഞാൻ കാണിച്ചു തരാം. മാലിന്യനെ വല്ലാതെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. എന്താ പ്രശ്നം? എനിക്ക് നിങ്ങളോടുണ്ടായിരുന്ന ബഹുമാനം ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ഉപദേശം നല്ലതാണ്, പക്ഷെ അത് ചെയ്യുമ്പോ അവരെ പറ്റി കൂടി ആലോചിച്ച നന്ന്. മാലിന്യ ചിലതൊക്കെ പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞിട്ട് പൊയ്ക്കോളൂ, അവൾ കേൾക്കട്ടെ. രണ്ടുപേരുമല്ലേ? ഉണ്ട്, പക്ഷേ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ കൊടക്കാ? ഓ, ഇതെന്റെ പാട്ടാ, ആരും കേൾക്കണ്ട.
സിരകളിൽ ഒരു സ്വരസുധയൂറുന്നു, ഒരു സ്വരസുധയൂറുന്നു. ഒന്നും കഴിച്ചിട്ടില്ല, പാവം. രണ്ടുപേരും തനിച്ചിരിക്കുമ്പോ പേര് വിളിക്കാം. അനിൽ, അനിൽ, ഒരു ഊണ് കഴിക്കാം. ഇതാണ് പറയുന്നത് പെണ്ണുങ്ങളാണ് പാവങ്ങളെന്ന്. ഞാനല്ലേ തോറ്റു തന്നത്. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഉടക്കുന്നത്? പിന്നെ അതാണ് പറയുന്നത്. ശരി ശരി, മോക്ക് പാല് കൊടുത്തിരുന്നോ? രാത്രി 12 മണിക്കാണ് മോളുടെ കാര്യം അന്വേഷിക്കുന്നത്. നീ കൊടുക്കാതെ ഉറക്കില്ലെന്ന് എനിക്കറിയാം. അമ്മയായി പോയില്ലേ. എന്തൊരു എരിവാ ഇത്. നീ എന്തിനാ ഇങ്ങനെ മുളക് വരട്ടിരിക്കുന്നത്? അത് പിന്നെ ഞാൻ ദേഷ്യത്തിൽ അങ്ങനെ അങ്ങ് ഇട്ടുപോയതാ. സാരമില്ല, ഉണ്ടിട്ട് കുറച്ച് പാല് കുടിച്ചാ മതി. എടി കുഞ്ഞോളെ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ? ഞാൻ പറഞ്ഞില്ലേ രാവിലെ അവരൊന്നാകുമെന്ന്. ദേ, നമ്മൾ തമ്മിൽ പിണങ്ങാത്തോണ്ടാ നിനക്കത് അറിഞ്ഞുകൂടാത്തത്. ഞാൻ ആന്റിയെ വീട്ടിൽ പോട്ടെ? ഏത് ആന്റിയുടെ? പുതിയ ആന്റിയുടെ. വേണ്ട, ഞാൻ പോവും. അടി വാങ്ങിക്കും. അമ്മയ്ക്ക് ആ ആന്റിയോട് ദേഷ്യമാ. നീ വെറുതെ ഇരി. നല്ല സുന്ദരി ആന്റിയാ. ഓ, ഭയങ്കരം തന്നെ. എനിക്കറിയാം അമ്മയ്ക്ക് എന്താ ദേഷ്യം. എന്തടി? ആ ആന്റി കാണാൻ നന്നായിരിക്കുന്നുണ്ട്. കൊച്ചുമായി വലിയ വർത്താനം പറയുന്നു. ഒച്ച വരട്ടെ, നിന്നെ ശരിയാക്കി തരാം.